ഹായ് ഹലോ നമസ്കാരം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെ ഇട്ടിട്ട് പോകുന്ന അല്ലെ നമ്മളെ അവഗണിക്കുന്ന ആളുകളോട് നമ്മൾ ഒരുപാട് ഒബ്സസ്ഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? അതായത് ബ്രേക്കപ്പ് ആയിട്ട് അവർ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മളെ അവഗണിക്കുമ്പോഴോ നമ്മൾ കൂടുതലായിട്ട് അവരെ ചേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇതുപോലെ ഇട്ടിട്ട് പോകുന്നവരുടെ പിന്നാലെ ചേസ് ചെയ്ത് പോയിട്ടുള്ളവരായിരിക്കും. ഒരുപക്ഷെ ബ്രേക്കപ്പ് ആയിട്ട് ഒരു 1-2 കുറേ വർഷം അധികം എടുത്തിട്ടും അതും ആദ്യമായിട്ട് റിലേഷൻഷിപ്പ് സെറ്റായവരാണെങ്കിൽ അവരിൽ ഭൂരിഭാഗം പേര് മൂവ് ഓൺ ചെയ്യപ്പെടാറില്ല. അവരപ്പോഴും ഈ ഇട്ടിട്ട് പോയ വ്യക്തിയെ ആലോചിച്ചുകൊണ്ടിരിക്കും, അവരെ ചേസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും, അവരെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് റിലേഷൻഷിപ്പ് പഴയ പോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മളങ്ങനെ താല്പര്യം കാണിച്ചാലും ബ്രേക്കപ്പായി പോയ വ്യക്തിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല. പിന്നെയും അവരെ പറ്റി ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇങ്ങനൊരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന വ്യക്തിക്ക്, നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ഇട്ടിട്ട് പോയവരെ ചേസ് ചെയ്ത് പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ തലച്ചോറ് തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പ് സെറ്റായാലും അതുപോലെ എന്ത് തരത്തിലുള്ള ഒരു സക്സസ് കിട്ടിയാലും അതിനെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് നമ്മുടെ തലച്ചോറ് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് നേടിയെടുത്ത നമ്മളെ വലിയൊരു സംഭവമാക്കിയിട്ടാണ് നമ്മുടെ തലച്ചോറ് ചിത്രീകരിക്കുക. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പൊളിയാണ്, മാസാണ്, നമ്മൾ വലിയൊരു സംഭവമാണ്, നമ്മളൊരു വെർത്തി പേഴ്സണായിട്ട് നമ്മുടെ തലച്ചോറ് ചിത്രീകരിക്കും. ഇനി ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി അല്ലെങ്കിൽ ഈ സക്സസ് നമ്മളെ വിട്ടു പോയി, ആ അച്ചീവ്മെൻറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത്രയും നാളൊരു വെർത്തി പേഴ്സണായിട്ട് നമ്മളെ ഫീൽ ചെയ്യിച്ചുകൊണ്ടിരുന്ന നമ്മുടെ തലച്ചോറ് നമ്മളെ ആ സമയം തൊട്ട് ഒരു അൺവർത്തി പേഴ്സണായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങും. നമ്മൾ കൊള്ളരുതാത്തവനാണ്, നമ്മുടെ കുഴപ്പം കൊണ്ടാണ് അവർ പോയത്, നമ്മളൊരു വൃത്തികെട്ടവനാണ്, നമ്മളൊരു മെനകെട്ടവനാണ്, നമ്മളൊരു മൊണ്ണയാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ തലച്ചോറ് നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. ഉപകാരമില്ലാത്തവനാണ് അല്ലെങ്കിൽ ഒരു ഗുണവുമില്ലാത്തവനാണ്, ഒരു അൺവർത്തി പേഴ്സണാണ് ഞാൻ എന്ന് സ്വയം വിചാരിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് നമ്മളിലെല്ലാവരും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് ബ്രേക്കപ്പായി പോയ ആ റിലേഷൻഷിപ്പ്, ആ പാർട്ട്ണർ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ പഴയ പോലെ ഒരു വെർത്തി പേഴ്സണായി മാറും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ തലച്ചോറ് നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും. പിന്നെ സംഭവിക്കുന്ന കാര്യം, ആവശ്യമില്ലാതെ നമ്മൾ അവരെ ചേസ് ചെയ്യും, അവരെ ശല്യപ്പെടുത്താൻ തുടങ്ങും, അതിലൂടെ അവരിൽ നിന്ന് അപമാനങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങും. ഇനിയും ഇങ്ങനൊരു ചിന്ത വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും? അവരെ ചേസ് ചെയ്യണമെന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്നെ വേണ്ടാത്തവരെ എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനൊരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത ശേഷം നിങ്ങളുടെ ആ പാർട്ട്ണറിൽ, നിങ്ങളുടെ എക്സ് പാർട്ട്ണറിൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ക്വാളിറ്റീസ് ഒന്ന് എഴുതിയിടുക. ഇനി അവരെ പറ്റിയുള്ള ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ എഴുതിയിട്ട കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കിയ ശേഷം നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണം. ഈ കാര്യം നിങ്ങൾ റിപ്പീറ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ ഇത് റീഡ് ചെയ്യാൻ തുടങ്ങും. ബ്രെയിന് മനസ്സിലാവും നിങ്ങൾക്കിനി അവരെ ആവശ്യമില്ലെന്ന്. ക്രമേണ അവരെ പറ്റിയുള്ള ചിന്തകൾ കുറയുകയും മൂവ് ഓൺ ചെയ്യാൻ പ്രാപ്തരാകുകയും ചെയ്യും. അപ്പോൾ എക്സിനെ മറന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റേ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.